എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ അണിയിച്ചൊരുക്കിയോ എല്ലാവരും? അതെ അതെ എത്ര വിദ്യാർത്ഥികളുണ്ട്? കുറച്ച് കൂടുതൽ കുട്ടികളുണ്ട്. എല്ലാ കൊല്ലവും നമ്മുടെ കുട്ടികൾ പങ്കെടുക്കാറുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് തന്നെയാണ്. എന്തായാലും ബോയ്സ് ഹൈസ്കൂളിലെ കുട്ടികളാണ്. അതിനുശേഷം കാണുന്നത് പോലെ തന്നെ തൊട്ട് പിന്നാലെ ഇവിടെയുള്ള ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുമുണ്ട്. അതിനുശേഷമാണ് കാവടി. അങ്ങനെ വലിയ നിരയിലുള്ള ഒരു സംഘം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഘോഷയാത്ര നഗരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി 48ഓളം സംഘങ്ങളുടെ ഘോഷയാത്രയിൽ അണിചേരുന്ന കലാകാരന്മാരുടെ സംഘമുണ്ട്. ആ 48 സംഘവും ഇറങ്ങിയ ശേഷമായിരിക്കും പ്ലോട്ടുകൾ പോകുക. പ്ലോട്ടുകൾ തൊട്ട് അടുത്തുള്ള റോഡ് സൈഡിൽ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. 38ഓളം പ്ലോട്ടുകളുണ്ട്. എന്തായാലും ഇത്തവണ അത്തച്ചമയ കുതിര അടക്കമുള്ള ഇത്തവണ ആനയില്ല, പകരം കുതിരയാണ് അത്തച്ചമയ ഘോഷയാത്രയ്ക്കുള്ളത്. നേരത്തെ ആന ഉണ്ടാകുമായിരുന്നു. അത്തച്ചമയ ഘോഷയാത്രയുടെ മുന്നിൽ പതാകയ്ക്ക് മുന്നിലായി ഉണ്ടാകുന്നത് ആനയായിരുന്നു. പക്ഷേ ഇത്തവണ അതില്ല, പകരം കുതിരയാണ് ഉണ്ടാകുന്നത്. കാരണം രാജകീയ ഭരണത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കുതിരക്കുളമ്പടി ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആനയില്ലെങ്കിൽ പകരം കുതിര വേണം എന്ന ചില ആളുകൾ നിർബന്ധം പറയുകയായിരുന്നു. എന്തായാലും ഇത്തവണ അത്തച്ചമയത്തിന്റെ ഒരു പ്രത്യേകതയായി തന്നെ കുതിരയെ കാണേണ്ടി വരും. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമാകാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു മടുപ്പുമില്ലാതെ, ഒരു മുഷിപ്പുമില്ലാതെ അവർ ഈ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി പല ആളുകളും പല ഭാഗങ്ങളിലും കാത്തു നിൽക്കുകയാണ്. ചേട്ടാ, കുറെ നേരമായി കാത്തിരിക്കണേ. എവിടെന്നാ അവനെ? വൈക്കത്തിന്ന് തന്നെ. എല്ലാ കൊല്ലം വരാറുണ്ടോ? മുത്തുക്കുടയായിട്ട് വന്നല്ലേ? എല്ലാ കൊല്ലം വരാറുണ്ടോ? എത്ര വൈകിയാണെങ്കിലും കണ്ടിട്ടേ പോവുള്ളൂ. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര വൈകിയാലും അവർക്ക് പ്രശ്നമില്ല. ഇതൊരു ആഘോഷമാണ്, ഒരു നാടിൻ്റെ ആഘോഷമാണ്, സംസ്ഥാനത്തിൻ്റെ ആഘോഷമാണ്. ആ ആഘോഷത്തിൽ ഞങ്ങൾ കൂടി പങ്കാളികളാകും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലാവസ്ഥ അനുകൂലമായൊരു കാലാവസ്ഥയാണ്. നേരത്തെ ഒരു 8 മണിയോടുകൂടി കാര്യമായി മഴ പെയ്തിരുന്നു. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഘോഷയാത്ര പൂർത്തീകരിക്കാൻ കഴിയില്ലയോ, അല്ലെങ്കിൽ നഗരമാസകലം ചുറ്റാൻ കഴിയില്ലയോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇത്തവണ നഗരമാസകലം കറങ്ങാൻ കഴിയും. നഗരം ആകമാനം ഈ ഘോഷയാത്ര കൊണ്ടുപോകാൻ കഴിയുമെന്ന് സംഘാടകർക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. കാരണം കാലാവസ്ഥ അനുകൂലമായിരിക്കുന്നു. സാധാരണ നമ്മൾ പറയാറുണ്ട് അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്ന്. എന്തായാലും അത്തം കറുത്തിരുന്നു, ഓണം വെളുക്കട്ടെ എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇത്തവണ അത്തം 10 പൊന്നോണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തവണ അത്തം 11ആണ്. അത്തം കഴിഞ്ഞ് 11ാമത്തെ ദിവസമാണ് ഓണം എത്തുന്നത്, തിരുവോണം എത്തുന്നത്. അങ്ങനെ ചില പ്രത്യേകതകൾ കൂടി ഇത്തവണത്തെ അത്തം ഘോഷയാത്രയ്ക്കുണ്ട്. എന്തായാലും ഘോഷയാത്ര ആഘോഷകരമായി തന്നെ മുന്നോട്ട് പോകുന്നു. ശരി, സഹിനു അത് ആഘോഷമാക്കുന്നുണ്ട്.